ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ ഗലാത്യ 1 മുതൽ 6 വരെ അധ്യായങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ഓപ്ഷനോട് കൂടിയ 100 ചോദ്യോത്തരങ്ങളുടെ 2ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം അടിസ്ഥാനമാക്കി 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 2/5/2026 രാത്രി 8 മുതൽ 10:30 വരെ സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്യ 4:19 പൗലോസ്ലീഹ ഗലാത്യരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? എ. സഹോദരങ്ങളെ, ബി. എൻ്റെ കുഞ്ഞുമക്കളെ, സി. മക്കളെ, ഡി. സഹോദരരെ. ഉത്തരം ബി. എൻ്റെ കുഞ്ഞുമക്കളെ. ചോദ്യം 2. ബാർണബാസിനോട് കൂടെ ജെറുസലേമിലെത്തിയ പൗലോസ് താൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എ. കേപ്പയുടെ മുമ്പിൽ, ബി. യാക്കോബിൻ്റെ മുമ്പിൽ, സി. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ, ഡി. പ്രധാന പുരോഹിതൻ്റെ മുമ്പിൽ. ഉത്തരം സി. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ. ചോദ്യം 3. ഗലാത്യ 4:9 പ്രപഞ്ചശക്തികൾക്ക് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതെല്ലാം? എ. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളും, ബി. മിഥ്യയും വ്യർത്ഥങ്ങളും, സി. ബലഹീനങ്ങളും ജീർണവും, ഡി. അവർണ്ണനീയവും ശാശ്വതവും. ഉത്തരം എ. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളും. ചോദ്യം 4. ഏത് പ്രായത്തിലാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത്? എ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, ബി. യുവാക്കളായിരുന്നപ്പോൾ, സി. ശിശുക്കളായിരുന്നപ്പോൾ, ഡി. ബാലനായിരുന്നപ്പോൾ. ഉത്തരം സി. ശിശുക്കളായിരുന്നപ്പോൾ. ചോദ്യം 5. ഗലാത്യ 4-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ തലക്കെട്ട് എന്താണ്? എ. അബ്രാഹത്തിൻ്റെ വിശ്വാസം, ബി. ഹാഗാറും സാറായും, സി. ആത്മാവിൻ്റെ ഫലങ്ങൾ, ഡി. ക്രിസ്തീയ സ്വാതന്ത്ര്യം. ഉത്തരം ബി. ഹാഗാറും സാറായും. ചോദ്യം 6. എപ്രകാരമാണ് നാമെല്ലാം ദൈവപുത്രന്മാരായി മാറുന്നത്? എ. സ്നാനം സ്വീകരിക്കുന്നതിലൂടെ, ബി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, സി. യേശുക്രിസ്തുവിൽ ജീവിക്കുക വഴി, ഡി. യേശുക്രിസ്തുവിനെ പിന്തുടരുന്നതുവഴി. ഉത്തരം ബി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ചോദ്യം 7. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ഏത് കാര്യത്തിനാണ് നീതീകരണമില്ലാത്തത്? എ. വിശ്വാസത്തിന്, ബി. ക്രിസ്തുവിൻ്റെ മരണത്തിന്, സി. വാഗ്ദാനങ്ങൾക്ക്, ഡി. യഹൂദ ആചാരങ്ങൾക്ക്. ഉത്തരം ബി. ക്രിസ്തുവിൻ്റെ മരണത്തിന്. ചോദ്യം 8. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. ഈ വാക്യത്തിന് മുന്നോടിയായി വിശുദ്ധ പൗലോസ് പറയുന്നത് എന്ത്? എ. ഞാൻ നിയമം അനുസരിക്കുന്നില്ലേ, ബി. ഞാൻ വചനം പാലിക്കുന്നില്ലേ, സി. തീർച്ചയായും അങ്ങനെയല്ല, ഡി. തീർച്ചയായും അല്ല. ഉത്തരം ഡി. തീർച്ചയായും അല്ല. ചോദ്യം 9. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ അല്ല, മറിച്ച് എന്തിനാണ് പരമപ്രാധാന്യം നൽകേണ്ടത്? എ. പുതിയ സൃഷ്ടിയാവുക എന്നതിന്, ബി. സ്നേഹത്തിൽ ഒന്നാവുക എന്നതിന്, സി. കൃപയിൽ ജീവിക്കുക എന്നതിന്, ഡി. ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുന്നതിന്. ഉത്തരം എ. പുതിയ സൃഷ്ടിയാവുക എന്നതിന്. ചോദ്യം 10. നമ്മുടെ അമ്മ ആരെന്നാണ് ഗലാത്യ 4:26 പ്രതീകാത്മകമായി വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. സ്വർഗീയ ജെറുസലേം, ബി. ഭൗമിക ജെറുസലേം, സി. വിശുദ്ധ സഭ, ഡി. ഹൗവ. ഉത്തരം എ. സ്വർഗീയ ജെറുസലേം. ചോദ്യം 11. ഈ യുഗം എന്തു നിറഞ്ഞതാണെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? എ. പാപം, ബി. അനീതി, സി. കാപട്യം, ഡി. തിന്മ. ഉത്തരം ഡി. തിന്മ. ചോദ്യം 12. അധ്യായവും വാക്യവും ഏത്? അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു.
എ ഗലാത്തിയ 2:6, ഗലാത്തിയ 4:10, ഗലാത്തിയ 3:6, ഡി ഗലാത്തിയ 5:29. ഉത്തരം സി ഗലാത്തിയ 3:6. ചോദ്യം 13. എന്തു വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ് താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് സ്വകാര്യമായി അവതരിപ്പിച്ചത്? എ തൻ്റെ പ്രസംഗം, ബി തൻ്റെ വിശ്വാസം, സി താൻ ഓടുന്നതും ഓടിയതും, ഡി തൻ്റെ അധ്വാനം. ഉത്തരം സി താൻ ഓടുന്നതും ഓടിയതും. ചോദ്യം 14. ഗലാത്യയിലെ സഭയിൽ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരുടെ മനോഭാവം എന്തെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ തങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവം, ബി തങ്ങളാണ് ശരി എന്ന ഭാവം, സി അഹങ്കാരം, ഡി അസൂയ. ഉത്തരം എ തങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവം. ചോദ്യം 15. ഒരുവൻ എന്തെങ്കിലും തെറ്റിലാക്കപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എപ്രകാരമാണ് അവനെ വീണ്ടെടുക്കേണ്ടത്? എ സ്നേഹത്തോടെ, ബി കാരുണ്യത്തോടെ, സി ദയയോടെ, ഡി സൗമ്യതയോടെ. ഉത്തരം ഡി സൗമ്യതയോടെ. ചോദ്യം 16. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാണ് വചനം പറയുന്നത്? എ ഇസ്മായേലിനെ പോലെ, ബി ഇസഹാക്കിനെ പോലെ, സി അബ്രാഹത്തെ പോലെ, ഡി മോശയെ പോലെ. ഉത്തരം ബി ഇസഹാക്കിനെ പോലെ. ചോദ്യം 17. ഗലാത്യയിലെ സഭയിൽ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരോട് പൗലോസ്ലീഹയുടെ പ്രതികരണം എന്തായിരുന്നു? എ കടുത്ത വിദ്വേഷം, ബി അവർ എന്താണെന്ന് ഗവനിക്കുന്നേയില്ല, സി അവരെ ശ്രദ്ധിച്ചതേയില്ല, ഡി അവരോട് മൗനം പാലിച്ചു. ഉത്തരം ബി അവർ എന്താണെന്ന് ഗവനിക്കുന്നേയില്ല. ചോദ്യം 18. നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ എന്ന ചോദ്യത്തെ തുടർന്നുള്ള വിശുദ്ധ പൗലോസിൻ്റെ പ്രസ്താവന എന്ത്? എ എന്ത് മേന്മ ലഭിച്ചു, ബി വെറും പ്രഹസനം, സി എല്ലാം വെറുതെയായി, ഡി തീർത്തും വ്യർത്ഥം. ഉത്തരം ഡി തീർത്തും വ്യർത്ഥം. ചോദ്യം 19. എത്ര ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്? എ 10, ബി 9, സി 12, ഡി 15. ഉത്തരം ബി 9. ചോദ്യം 20. ആരെ കബളിപ്പിക്കാനാവില്ല എന്നാണ് വചനം പറയുന്നത്? എ കർത്താവിനെ, ബി ദൈവത്തെ, സി ക്രിസ്തുവിനെ, ഡി സ്വന്തം മനസാക്ഷിയെ. ഉത്തരം ബി ദൈവത്തെ. ചോദ്യം 21. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. ഏത് തന്നെയെന്നാണ് ഗലാത്യ 2:10 പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? എ സുവിശേഷം പ്രസംഗിക്കണം, ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, സി മരിച്ച് അവനോട് കൂടി ആയിരിക്കുക, ഡി ക്രിസ്തുവിനായി മരിക്കുക. ഉത്തരം ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 22. ഗലാത്യ 4:9 വിശുദ്ധ പൗലോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഗലാത്യക്കാരുടെ ഏത് പ്രവൃത്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? എ അവിശ്വാസത്തിലേക്ക്, ബി തിന്മയിലേക്കുള്ള തിരിച്ചുപോക്ക്, സി വിശ്വാസത്യാഗത്തിലേക്ക്, ഡി പഴയതിലേക്കുള്ള തിരിച്ചുപോക്ക്. ഉത്തരം ഡി പഴയതിലേക്കുള്ള തിരിച്ചുപോക്ക്. ചോദ്യം 23. എന്തിലൂടെ ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:16 പറയുന്നത്? എ പ്രവൃത്തിയിലൂടെ, ബി വിശ്വാസം വഴി, സി നിയമാനുഷ്ഠാനം വഴി, ഡി വാഗ്ദാനം വഴി. ഉത്തരം സി നിയമാനുഷ്ഠാനം വഴി. ചോദ്യം 24. 14 വർഷത്തിന് ശേഷം ബാർണബാസിനോട് കൂടെ പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? എ ബാർണബാസിനെ, ബി തീത്തോസിനെ, സി ലൂക്കായെ, ഡി സ്തെഫാനോസിനെ. ഉത്തരം ബി തീത്തോസിനെ. ചോദ്യം 25. ഗലാത്യ 3:11 സമാനമായി പുതിയ നിയമത്തിൽ പറയുന്ന ഒരു വാക്യമേത്? എ ഹെബ്രായർ 10:38, ബി ഹെബ്രായർ 10:39, സി റോമ 1:18,
ഡി റോമ 1:19. ഉത്തരം എ ഹെബ്രായർ 10:38. ചോദ്യം 26. സഭയെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് കേട്ടത്? എ യേശുവിനെ പ്രസംഗിക്കുന്നു, ബി വചനം പ്രസംഗിക്കുന്നു, സി വിശ്വാസം പ്രസംഗിക്കുന്നു, ഡി യേശു ശിഷ്യനായിരിക്കുന്നു. ഉത്തരം സി വിശ്വാസം പ്രസംഗിക്കുന്നു. ചോദ്യം 27. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സമാനമായുള്ള ഗലാത്യ വാക്യം ഏത്? എ ഗലാത്യ 2:12, ബി ഗലാത്യ 3:13, സി ഗലാത്യ 5:14, ഡി ഗലാത്യ 1:15. ഉത്തരം ഡി ഗലാത്യ 1:15. ചോദ്യം 28. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത്? എ ലൗകിക സുഖത്തിനുള്ള, ബി ഭൗതിക സുഖത്തിനുള്ള, സി ലൗകിക സ്വാതന്ത്ര്യത്തിനുള്ള, ഡി ഭൗതിക സ്വാതന്ത്ര്യത്തിനുള്ള. ഉത്തരം ബി ഭൗതിക സുഖത്തിനുള്ള. ചോദ്യം 29. എന്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്നാണ് ഗലാത്യ 3:12 പൗലോസ്ലീഹ പ്രഖ്യാപിക്കുന്നത്? എ സ്നേഹത്തിൻ്റെ, ബി കൃപയുടെ, സി വാഗ്ദാനത്തിൻ്റെ, ഡി നിയമത്തിൻ്റെ. ഉത്തരം ഡി നിയമത്തിൻ്റെ. ചോദ്യം 30. ആരെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? എ സഹോദരനെ പോലെ, ബി സ്വന്തം ശരീരത്തെ എന്ന പോലെ, സി നിന്നെ പോലെ, ഡി ക്രിസ്തുവിനെ പോലെ. ഉത്തരം സി നിന്നെ പോലെ. ചോദ്യം 31. തൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ആരിൽ വിശ്വസിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ യേശുക്രിസ്തുവിൽ, ബി ദൈവത്തിൻ്റെ കുഞ്ഞാടിൽ, സി ദൈവപുത്രനിൽ, ഡി മനുഷ്യപുത്രനിൽ. ഉത്തരം സി ദൈവപുത്രനിൽ. ചോദ്യം 32. അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരിൽ സ്വതന്ത്രയുടെ പുത്രൻ്റെ ജനനം എപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്? എ വിശ്വാസത്തിന് യോജിച്ച തരത്തിൽ, ബി വാഗ്ദാനപ്രകാരമുള്ള ജനനം, സി ശാരീരിക രീതിയിൽ, ഡി അസാധാരണ ജനനം. ഉത്തരം ബി വാഗ്ദാനപ്രകാരമുള്ള ജനനം. ചോദ്യം 33. ഏത് പ്രേക്ഷിതയാത്രയ്ക്കിടയിലാണ് പൗലോസ് ഗലാത്യയിൽ സഭകൾ സ്ഥാപിച്ചത്? എ ഒന്നാം പ്രേക്ഷിതയാത്രയ്ക്കിടയിൽ, ബി മൂന്നാം പ്രേക്ഷിതയാത്രയ്ക്കിടയിൽ, സി രണ്ടാം പ്രേക്ഷിതയാത്രയ്ക്കിടയിൽ, ഡി റോമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ. ഉത്തരം സി രണ്ടാം പ്രേക്ഷിതയാത്രയ്ക്കിടയിൽ. ചോദ്യം 34. പൗലോസിൻ്റെ അപ്പസ്തോലത്വം ആര് മുഖേനയല്ല? എ ശിഷ്യന്മാർ മുഖേന, ബി മനുഷ്യൻ മുഖേന, സി ദൈവം മുഖേന, ഡി ക്രിസ്തു മുഖേന. ഉത്തരം ബി മനുഷ്യൻ മുഖേന. ചോദ്യം 35. ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവൻ എന്നു പറയുന്ന വിശുദ്ധ ലിഖിത വാക്യം ഏതാണ്? എ ഉൽപ്പത്തി 12:1-3 വരെ, ബി പുറപ്പാട് 20:1-5 വരെ, സി ഉൽപ്പത്തി 21:9-12 വരെ, ഡി ലേവ്യർ 19:18. ഉത്തരം സി ഉൽപ്പത്തി 21-9-12 വരെ വാക്യങ്ങൾ. ചോദ്യം 36. എപ്രകാരമുള്ള അവസരത്തിലാണ് വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരോട് ആദ്യം സുവിശേഷം പ്രസംഗിച്ചത്? എ മാനസിക അസ്വാസ്ഥ്യം ഉള്ളപ്പോൾ, ബി ശാരീരികാസ്വാസ്ഥ്യം ഉള്ളപ്പോൾ, സി രോഗിയായിരുന്നപ്പോൾ, ഡി ബന്ധനത്തിനായിരുന്നപ്പോൾ. ഉത്തരം ബി ശാരീരികാസ്വാസ്ഥ്യം ഉള്ളപ്പോൾ. ചോദ്യം 37. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ എന്തിന് അടിമപ്പെട്ടിരുന്നു എന്നാണ് ഗലാത്യ 4:3 പറയുന്നത്? എ ശിശുസഹജമായവയ്ക്ക്, ബി അന്ധവിശ്വാസങ്ങൾക്ക്, സി ലൗകിക മോഹങ്ങൾക്ക്, ഡി പ്രകൃതിയുടെ ശക്തികൾക്ക്. ഉത്തരം
ഡി പ്രകൃതിയുടെ ശക്തികൾക്ക്. ചോദ്യം 38. പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നത് എങ്ങനെയാണ്? എ സ്വന്തം കഴിവുകൊണ്ട്, ബി ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ട്, സി മനുഷ്യരെ പ്രീതിപ്പെടുത്തിയതുകൊണ്ട്, ഡി സ്വന്തം പാണ്ഡിത്യം കൊണ്ട്. ഉത്തരം ബി ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ട്. ചോദ്യം 39. ഗലാത്യ 3-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ 29, ബി 19, സി 24, ഡി 26. ഉത്തരം എ 29. ചോദ്യം 40. ഗലാത്യ 3:5 യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ ആത്മാവിനെ നൽകുന്നതിനെ, ബി പാപങ്ങൾ ക്ഷമിക്കുന്നതിനെ, സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ, ഡി സഭ സ്ഥാപിക്കുന്നതിനെ. ഉത്തരം സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ. ചോദ്യം 41. എപ്പോഴാണ് കേപ്പ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും പിന്മാറിയത്? എ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വന്നപ്പോൾ, ബി പൗലോസ് വന്നപ്പോൾ, സി യഹൂദ പ്രമുഖർ വന്നപ്പോൾ, ഡി ഗലീലയിൽ നിന്ന് വന്നതിന് ശേഷം. ഉത്തരം എ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വന്നപ്പോൾ. ചോദ്യം 42. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്തിന് എതിരാണ്? എ ജഡമോഹങ്ങൾക്ക്, ബി ജഡത്തിന്, സി ജഡിക പ്രവണതയ്ക്ക്, ഡി ജഡികാഭിലാഷങ്ങൾക്ക്. ഉത്തരം ബി ജഡത്തിന്. ചോദ്യം 43. എന്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? എ മോശയുടെ നിയമം, ബി കർക്കശമായ നിയമം, സി ജീവദായകമായ ഒരു നിയമം, ഡി പഴയ നിയമം. ഉത്തരം സി ജീവദായകമായ ഒരു നിയമം. ചോദ്യം 44. വിശ്വാസം മൂലമുള്ള നീതീകരണം പൗലോസ് ആരുടെ മാതൃകയിലൂടെയാണ് വ്യക്തമാക്കിയത്? എ അബ്രാഹത്തിൻ്റെ, ബി മോശയുടെ, സി ദാവീദിൻ്റെ, ഡി നോഹയുടെ. ഉത്തരം എ അബ്രാഹത്തിൻ്റെ. ചോദ്യം 45. പൗലോസ് തൻ്റെ അപ്പസ്തോലാധികാരത്തിന് തെളിവുകൾ നിരത്തുന്ന ഒരു വാക്യമേത്? എ ഗലാത്യ 1:12, ബി ഗലാത്യ 1:7, സി ഗലാത്യ 1:13, ഡി ഗലാത്യ 1:11. ഉത്തരം ഡി ഗലാത്യ 1:11. ചോദ്യം 46. ഗലാത്യ 3:20 ദൈവത്തിന് നൽകുന്ന വിശേഷണമെന്ത്? എ ദൈവം സ്നേഹമാണ്, ബി ദൈവം ശക്തനാണ്, സി ദൈവം ഏകനാണ്, ഡി ദൈവം നീതിമാനാണ്. ഉത്തരം സി ദൈവം ഏകനാണ്. ചോദ്യം 47. മുഴുവൻ മാവിനെയും പുളിപ്പിക്കാൻ എന്തു മതി എന്നാണ് ഗലാത്യ 5:9 പറയുന്നത്? എ പുളിപ്പിൻ്റെ ഒരംശം, ബി ഒരു ദിവസം, സി അല്പം വിശ്വാസം, ഡി അല്പം പുളിപ്പ്. ഉത്തരം ഡി അല്പം പുളിപ്പ്. ചോദ്യം 48. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് പറയുന്നത്? എ നിന്ദിക്കുകയോ വെറുക്കുകയോ, ബി നിന്ദിക്കുകയോ നീരസം കാണിക്കുകയോ, സി പരിഹസിക്കുകയോ വെറുക്കുകയോ, ഡി നിന്ദിക്കുകയോ അകറ്റി നിർത്തുകയോ. ഉത്തരം എ നിന്ദിക്കുകയോ വെറുക്കുകയോ. ചോദ്യം 49. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എന്തു യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? എ നിത്യജീവൻ യാഥാർത്ഥ്യമാകേണ്ടതിന്, ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്, സി അവിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്, ഡി സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കേണ്ടതിന്. ഉത്തരം ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്. ചോദ്യം 50. ഗലാത്യ 5:23 പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതെല്ലാം? എ ക്ഷമ ദയ, ബി ആനന്ദം സമാധാനം, സി സൗമ്യത ആത്മസംയമനം, ഡി നന്മ വിശ്വസ്തത. ഉത്തരം സി സൗമ്യത ആത്മസംയമനം. ചോദ്യം 51. അധ്യായവും വാക്യവും ഏത്? നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം.
എ ഗലാത്തിയ 5:25, ബി ഗലാത്തിയ 6:15, സി ഗലാത്തിയ 3:5, ഡി ഗലാത്തിയ 1:21. ഉത്തരം എ ഗലാത്തിയ 5:25. ചോദ്യം 52. വിശ്വാസമുള്ളവർ വിശ്വാസിയായ ആരോടൊത്താണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? എ ഇസ്ഹാക്കിനോടൊത്ത്, ബി മോശയോടൊത്ത്, സി അബ്രാഹത്തോടൊത്ത്, ഡി ക്രിസ്തുവിനോടൊത്ത്. ഉത്തരം സി അബ്രാഹത്തോടൊത്ത്. ചോദ്യം 53. ആരാണ് തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നത്? എ ക്രിസ്തുവിനെ അറിഞ്ഞവർ, ബി യേശുക്രിസ്തുവിനായി ജീവിക്കുന്നവർ, സി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ഡി യേശുക്രിസ്തുവിനുള്ളവർ. ഉത്തരം ഡി യേശുക്രിസ്തുവിനുള്ളവർ. ചോദ്യം 54. എങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പരിച്ഛേദനത്തിന് അനുകൂലമായി, ബി അലസമായി, സി ലൗകിക സുഖങ്ങളെക്കുറിച്ച്, ഡി നിങ്ങൾക്ക് അനുകൂലമായി. ഉത്തരം എ പരിച്ഛേദനത്തിന് അനുകൂലമായി. ചോദ്യം 55. ഗലാത്തിയ 3:13 പ്രകാരം ആരെയാണ് ശപിക്കപ്പെട്ടവനായി കണക്കാക്കുന്നത്? എ നിയമം ലംഘിക്കുന്നവനെ, ബി മരത്തിൽ തൂക്കപ്പെടുന്നവനെ, സി വിശ്വാസമില്ലാത്തവനെ, ഡി നിയമം അറിയാത്തവനെ. ഉത്തരം ബി മരത്തിൽ തൂക്കപ്പെടുന്നവനെ. ചോദ്യം 56. ആരാണ് വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തത്? എ പുത്രൻ, ബി പിന്തുടർച്ചാവകാശി, സി സഹോദരൻ, ഡി മക്കൾ. ഉത്തരം ബി പിന്തുടർച്ചാവകാശി. ചോദ്യം 57. നിങ്ങൾ അന്യോന്യം എന്തു ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ എന്ന മുന്നറിയിപ്പാണ് വിശുദ്ധ പൗലോസ് നൽകുന്നത്? എ വിഴുങ്ങുകയും കടിച്ചു കീറുകയും, ബി കലഹിക്കുകയും വിഴുങ്ങുകയും, സി കടിച്ചു കീറുകയും കലഹിക്കുകയും, ഡി കടിച്ചു കീറുകയും വിഴുങ്ങുകയും. ഉത്തരം ഡി കടിച്ചു കീറുകയും വിഴുങ്ങുകയും. ചോദ്യം 58. ശപിക്കപ്പെട്ടവൻ ആകട്ടെ എന്ന് ആരെ ഉദ്ദേശിച്ചാണ് പൗലോസ് പറയുന്നത്? എ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവനെ, ബി വ്യാജ പ്രബോധകനെ, സി വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ, ഡി വ്യാജ സഹോദരനെ. ഉത്തരം സി വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ. ചോദ്യം 59. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ എന്ന വചനം ഏതു വാക്യത്തിൻ്റെ ഭാഗമാണ്? എ ഗലാത്തിയ 6:25, ബി ഗലാത്തിയ 3:15, സി ഗലാത്തിയ 4:13, ഡി ഗലാത്തിയ 5:13. ഉത്തരം ഡി ഗലാത്തിയ 5:13. ചോദ്യം 60. ഗലാത്തിയ 4:29 പറയുന്ന ശാരീരിക രീതിയിൽ ജനിച്ചവൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ ഇസ്ഹാക്ക്, ബി ഏസാവ്, സി യാക്കോബ്, ഡി ഇസ്മായേൽ. ഉത്തരം ഡി ഇസ്മായേൽ. ചോദ്യം 61. ആരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചത്? എ ഇസ്രായേല്യരെ, ബി വിജാതീയരെ, സി അവിശ്വാസികളെ, ഡി പാപികളെ. ഉത്തരം ബി വിജാതീയരെ. ചോദ്യം 62. നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്? എ ആഗ്രഹങ്ങൾക്ക്, ബി വാഗ്ദാനങ്ങൾക്ക്, സി പദ്ധതികൾക്ക്, ഡി താൽപ്പര്യങ്ങൾക്ക്. ഉത്തരം ബി വാഗ്ദാനങ്ങൾക്ക്. ചോദ്യം 63. ഗലാത്യ അധ്യായം 2 മൂന്നാമത്തെ തലക്കെട്ട് എന്താണ്? എ പൗലോസിന് അംഗീകാരം, ബി അഭിപ്രായ ഭിന്നത, സി വിശ്വാസത്തിലൂടെ നീതീകരണം, ഡി അപ്പസ്തോലനാകാനുള്ള വിളി. ഉത്തരം സി വിശ്വാസത്തിലൂടെ നീതീകരണം. ചോദ്യം 64 പൂരിപ്പിക്കുക. നിങ്ങൾ നന്നായി ഡാഷ് സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? എ മുന്നേറുകയായിരുന്നു, ബി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, സി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, ഡി മുന്നേറുന്നു.
ഉത്തരം ബി മുന്നേറിക്കൊണ്ടിരുന്നു. ചോദ്യം 65. എന്ത് നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്. എ ദൈവവചനം, ബി വിശ്വാസത്തിൻ്റെ അനുസരണം, സി സത്യത്തിൻ്റെ വചനം, ഡി വിശ്വാസത്തിലൂടെയുള്ള നീതി. ഉത്തരം ബി വിശ്വാസത്തിൻ്റെ അനുസരണം. ചോദ്യം 66. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ക്രിസ്തു എന്ത് ചെയ്തു? എ കുരിശിൽ മരിച്ചു, ബി സ്വയം ബലിയായി, സി തന്നെ ബലിയർപ്പിച്ചു, ഡി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തു. ഉത്തരം സി തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 67. ഗലാത്യ 1:8 സമാനമായ വാക്യം ഏത്? എ 1 കൊറിന്തോസ് 11:14, ബി 2 കൊറിന്തോസ് 11:14, സി 2 കൊറിന്തോസ് 11:4, ഡി 1 കൊറിന്തോസ് 11:4. ഉത്തരം സി 2 കൊറിന്തോസ് 11:4. ചോദ്യം 68. ഗലാത്യ 6:16 സമാനമായ വാക്യം ഏത്? എ ഏശയ്യ 17:8, ബി സങ്കീർത്തനങ്ങൾ 135:6, സി സങ്കീർത്തനങ്ങൾ 125:7, ഡി സങ്കീർത്തനങ്ങൾ 125:5. ഉത്തരം ഡി സങ്കീർത്തനങ്ങൾ 125:5. ചോദ്യം 69. ആർക്ക് ശിക്ഷ ലഭിക്കും എന്നാണ് ഗലാത്യ 5:10 വിശുദ്ധ പൗലോസ് പറയുന്നത്? എ നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവന്, ബി നിങ്ങളെ വഴിതെറ്റിക്കുന്നവന്, സി ദുഷ്പ്രേരണ നൽകുന്നവന്, ഡി നിങ്ങളിൽ ഭീതി പടർത്തുന്നവന്. ഉത്തരം എ നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവന്. ചോദ്യം 70. തന്നോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിന് നിർബന്ധിക്കപ്പെട്ടില്ല എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ നിയമം പാലിക്കാൻ, ബി പരിച്ഛേദനത്തിന്, സി മോശയെ അനുസരിക്കാൻ, ഡി ഉടമ്പടി പാലിക്കാൻ. ഉത്തരം ബി പരിച്ഛേദനത്തിന്. ചോദ്യം 71. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? എ ശാപം, ബി തിന്മ, സി നാശം, ഡി അനീതി. ഉത്തരം സി നാശം. ചോദ്യം 72. കേപ്പയുടെയും കൂട്ടരുടെയും പെരുമാറ്റം എന്തുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് പൗലോസ് എല്ലാവരുടെയും മുമ്പിൽ വച്ച് കേപ്പായെ എതിർത്തത്? എ സുവിശേഷ പ്രഘോഷണവുമായി, ബി സുവിശേഷ യാഥാർത്ഥ്യങ്ങളുമായി, സി സുവിശേഷ സത്യവുമായി, ഡി അവരുടെ സംസാരവുമായി. ഉത്തരം സി സുവിശേഷ സത്യവുമായി. ചോദ്യം 73 പൂരിപ്പിക്കുക. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള ഡാഷ് പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ ഡാഷ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എ നിയമം വിജാതിയർക്ക് വേണ്ടി, ബി പ്രേഷിതത്വം വിജാതിയർക്ക് വേണ്ടി, സി സുവിശേഷം അവിശ്വാസികൾക്ക് വേണ്ടി, ഡി പ്രേഷിതത്വം അപരിച്ഛേദിതർക്ക് വേണ്ടി. ഉത്തരം ബി പ്രേഷിതത്വം വിജാതിയർക്ക് വേണ്ടി. ചോദ്യം 74. പരസ്പരം എന്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്? എ സ്നേഹിച്ചുകൊണ്ട്, ബി സഹായിച്ചുകൊണ്ട്, സി സത്യം പറഞ്ഞുകൊണ്ട്, ഡി ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ഉത്തരം ഡി ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ചോദ്യം 75. ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ്? എ AD 33-40, ബി AD 53-58, സി AD 45-50, ഡി AD 60-65. ഉത്തരം ബി AD 53-58. ചോദ്യം 76. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും എന്തിൽ നിന്നായിരിക്കില്ല? എ വിശ്വാസത്തിൽ നിന്ന്, ബി പ്രവൃത്തിയിൽ നിന്ന്, സി വാഗ്ദാനത്തിൽ നിന്ന്, ഡി പ്രത്യാശയിൽ നിന്ന്. ഉത്തരം സി വാഗ്ദാനത്തിൽ നിന്ന്. ചോദ്യം 77. ദൈവം നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ച സദ്വാർത്ത എന്താണ്? എ നിനക്ക് ഒരു പുത്രനെ ലഭിക്കും,
ബി നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. സി നീ അനേക ജനതകളുടെ പിതാവാകും. ഡി നിന്നിൽ നിന്ന് രക്ഷകൻ ജനിക്കും. ഉത്തരം ബി നിന്നിൽ നിന്ന് ജനതകളെല്ലാം അനുഗ്രഹീതരാകും. ചോദ്യം 78. പൗലോസിൻ്റെ പഴയ ജീവിതത്തിൽ അദ്ദേഹം സഭയോട് എന്ത് ചെയ്തു? എ സഭയെ ഉപദ്രവിച്ചു. ബി സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു. സി സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഡി സഭയെ അവഗണിച്ചു. ഉത്തരം ബി സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു. ചോദ്യം 79. ഗലാത്യ 5:20 എത്ര തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? എ 9, ബി 7, സി 12, ഡി 15. ഉത്തരം എ 9. ചോദ്യം 80. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പ്രാർത്ഥിക്കുന്നു. ബി ഈറ്റുനോവ് അനുഭവിക്കുന്നു. സി ഉപവസിക്കുന്നു. ഡി പീഡനമേൽക്കുന്നു. ഉത്തരം ബി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ചോദ്യം 81. അബ്രാഹത്തോടൊപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്ക് കൂടിയാണ്? എ ഭാര്യ സാറായ്ക്കും കൂടി. ബി അവൻ്റെ സന്തതിക്കും. സി അവൻ്റെ തലമുറയ്ക്കും കൂടി. ഡി അവൻ്റെ പിൻഗാമികൾക്കും. ഉത്തരം ബി അവൻ്റെ സന്തതിക്കും. ചോദ്യം 82. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, പിന്നെ ആരെന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ പരിശുദ്ധാത്മാവാണ് എന്നിൽ ജീവിക്കുന്നത്. ബി ആത്മാവാണ് എന്നിൽ ജീവിക്കുന്നത്. സി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഡി പിതാവാണ് എന്നിൽ ജീവിക്കുന്നത്. ഉത്തരം സി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ചോദ്യം 83. ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. ഗലാത്യ 5:8. ഇവിടെ നിങ്ങളെ വിളിച്ചവൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ പിതാവായ ദൈവം. ബി മോശ. സി യേശു ക്രിസ്തു. ഡി അബ്രാഹം. ഉത്തരം സി യേശു ക്രിസ്തു. ചോദ്യം 84. ഏറ്റവും അവസാനം പ്രതിപാദിക്കുന്ന ജഡത്തിൻ്റെ വ്യാപാരം ഏതാണ്? എ മധുരോത്സവം. ബി മദ്യപാനം. സി വിദ്വേഷം. ഡി വിഭാഗീയ ചിന്ത. ഉത്തരം എ മധുരോത്സവം. ചോദ്യം 85. എന്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്? എ ദൈവകൃപയിൽ. ബി നിയമാനുഷ്ഠാനത്തിൽ. സി വാഗ്ദാനത്തിൽ. ഡി സ്നേഹത്തിൽ. ഉത്തരം ബി നിയമാനുഷ്ഠാനത്തിൽ. ചോദ്യം 86. എന്തിൻ്റെ ആധിപത്യകാലമാണ് അവസാനിച്ചത്? എ തിന്മയുടെ. ബി നിയമത്തിൻ്റെ. സി പാപത്തിൻ്റെ. ഡി ജഡത്തിൻ്റെ. ഉത്തരം ബി നിയമത്തിൻ്റെ. ചോദ്യം 87. ഗലാത്യ 3:28 വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ രണ്ടാമത് പ്രതിപാദിക്കുന്ന വിഭാഗം ഏത്? എ യഹൂദർ. ബി ഗ്രീക്കുകാർ. സി അടിമകൾ. ഡി സ്വതന്ത്രർ. ഉത്തരം ബി ഗ്രീക്കുകാർ. ചോദ്യം 88. അപരിച്ഛേദിതരെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്ക് ഏത്? എ സഹോദരന്മാർ. ബി ശിഷ്യന്മാർ. സി വിജാതീയർ. ഡി യഹൂദർ. ഉത്തരം സി വിജാതീയർ. ചോദ്യം 89. നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു വിമുക്തരാക്കിയത്? എ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. ബി തന്നിൽ വസിക്കുന്നതിന്. സി ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന്. ഡി നിത്യജീവന് വേണ്ടി. ഉത്തരം എ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. ചോദ്യം 90. എത്ര തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഗലാത്യ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്? എ 14, ബി 8, സി 15, ഡി 10. ഉത്തരം സി 15. ചോദ്യം 91. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെ ആരെന്നാണ് വചനം പറയുന്നത്? എ പുത്രനാണ്. ബി പുരോഹിതനാണ്. സി പ്രവാചകനാണ്. ഡി ദൈവത്തിൻ്റെ ആലയമാണ്. ഉത്തരം എ പുത്രനാണ്. ചോദ്യം 92.
പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചത്? എ. പഠനത്തിലൂടെ, ബി. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ, സി. മനുഷ്യരിലൂടെ, ഡി. പാരമ്പര്യത്തിലൂടെ. ഉത്തരം ബി. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. ചോദ്യം 93. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ എപ്രകാരമാണ് ദാസരെ പോലെ പരസ്പരം സേവിക്കേണ്ടത്? എ. ബഹുമാനത്തോടുകൂടെ, ബി. വിശ്വസ്തയോടെ, സി. കാരുണ്യത്തോടെ, ഡി. സ്നേഹത്തോടുകൂടെ. ഉത്തരം ഡി. സ്നേഹത്തോടുകൂടെ. ചോദ്യം 94. പൗലോസിൻ്റെ പഴയ ജീവിതം ഏത് മതത്തിലായിരുന്നു? എ. യഹൂദ മതത്തിൽ, ബി. ഗ്രീക്ക് മതത്തിൽ, സി. ഖുറേഷി മതത്തിൽ, ഡി. പേർഷ്യൻ മതത്തിൽ. ഉത്തരം എ. യഹൂദ മതത്തിൽ. ചോദ്യം 95. എന്തിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാണ് ഗലാത്യ 5:16 വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. ജഡമോഹങ്ങളെ, ബി. ശാരീരിക അഭിലാഷങ്ങളെ, സി. ജഡികാസക്തികളെ, ഡി. ദുർമോഹങ്ങളെ. ഉത്തരം എ. ജഡമോഹങ്ങളെ. ചോദ്യം 96. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ് എന്നാണ് വചനം പറയുന്നത്? എ. വാഗ്ദാനത്തിൻ്റെ മക്കൾ, ബി. ലോകത്തിൻ്റെ മക്കൾ, സി. ദൈവപുത്രന്മാരാണ്, ഡി. ദൈവപിതാവിൻ്റെ മക്കൾ. ഉത്തരം സി. ദൈവപുത്രന്മാരാണ്. ചോദ്യം 97. മനുഷ്യൻ നീതിമാനാകുന്നത് എന്തുമൂലമാണ്? എ. നിയമം മൂലം, ബി. ദാനം മൂലം, സി. വിശ്വാസം മൂലം, ഡി. അധികാരം മൂലം. ഉത്തരം സി. വിശ്വാസം മൂലം. ചോദ്യം 98. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. എ. ഗലാത്യ 5:26, ബി. ഗലാത്യ 6:5, സി. ഗലാത്യ 5:6, ഡി. ഗലാത്യ 6:8. ഉത്തരം ബി. ഗലാത്യ 6:5. ചോദ്യം 99. ആര് ആരോട് പറഞ്ഞു? യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? എ. കേപ്പ പൗലോസിനോട്, ബി. പൗലോസ് ബർണബാസിനോട്, സി. പൗലോസ് കേപ്പായോട്, ഡി. യാക്കോബ് യോഹന്നാനോട്. ഉത്തരം സി. പൗലോസ് കേപ്പായോട്. ചോദ്യം 100. ഗലാത്യ 2:18 പ്രകാരം ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുകയാണ്? എ. സ്വയം നശിക്കുകയാണ്, ബി. ദുർമാതൃക കാണിക്കുകയാണ്, സി. അതിക്രമം കാണിക്കുകയാണ്, ഡി. അവിവേകം കാണിക്കുകയാണ്. ഉത്തരം സി. അതിക്രമം കാണിക്കുകയാണ്. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.